ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു ലോങ് ട്രിപ്പ്, ഞാൻ മാത്രമല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, ഒരു 2-3 ഫ്രണ്ട്സുണ്ട്. സോ നമ്മളെല്ലാവരും കൂടി ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്, ഡൽഹി വഴി മണാലിയിലേക്ക്. സോ ഒരു 4, 5, 6, 7 എത്ര ദിവസം വരും? ഒരു ഓക്കെ, ഒരു 7 days ആണ് നമ്മളിപ്പോൾ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പിലേക്കുള്ള കുറേ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ പാക്കിങ്ങിന്റെ തിരക്കിലാണ്. ഫസ്റ്റ് ഞാനിനി എൻ്റെതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാനായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. എടുത്ത് നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ട്. ഇത്രയും എൻ്റെ കുറച്ച് ഒരു 3-4 പേര് ഡ്രസ്സ് മാത്രമേ എടുക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് ഡൽഹി ചെന്നിട്ടൊക്കെ വാങ്ങാനൊക്കെ ആയിരുന്നു. പിന്നെ സം കളക്ഷൻ ഓഫ് അണ്ടർവെയർസ്, എൻ്റെ വാഷ് ബാഗ്സ്, പിന്നെ കുറച്ച് സ്നാക്സ്, പിന്നെ എന്താ പറയുക, എൻ്റെ സൺഗ്ലാസ്, ദെൻ സൈഡ് ബാഗ്, ട്രൗസേഴ്സ്, പിന്നെ വായിക്കാനായിട്ട് 2 ബുക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പാൻസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം കൂടി എൻ്റെ ഒരു ക്രോക്സ്. നമുക്ക് ട്രെയിനിലൊക്കെ ഇട്ട് നടക്കാനായിട്ട് നമുക്കൊരു ക്രോക്സിൻ്റെ ആവശ്യമുണ്ട്. ക്രോക്സ് അല്ല, കൈൻഡ് ഓഫ് വോട്ടവർ. നമുക്ക് ട്രെയിനിലൊക്കെ നമുക്ക് എപ്പോൾ ഷൂസ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. സോ അതിന് വേണ്ടി അങ്ങനെ ഒരു ചപ്പലും കൂടി വാങ്ങി എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ദെൻ ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഈ ട്രോളിക്കുള്ളിലോട്ടാക്കണം. പിന്നെ നമുക്ക് ഈ വാഷ് ബാഗും കുറച്ച് ഹെയർ ഡ്രയറും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി അവിടെ കാണുന്ന ആ ഒരു ബാഗിനുള്ളിലേക്ക് ആക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം പെട്ടിയിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. പാൻസും കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങോട്ടേക്കും, ദെൻ എൻ്റെ ഇന്നേഴ്സ്, സോക്സ്, അങ്ങനെയുള്ള ലൈക്ക് ഒരു കുഞ്ഞ് ബാഗിലോട്ടൊക്കെ ആക്കി ബുക്സും ബാക്കി കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം വേറൊരു കുഞ്ഞ് ബാഗിലാക്കാമെന്ന് കരുതുന്നുണ്ട്. ആൻഡ് വേറെ എന്താ, ഇത്രയൊക്കെ തന്നെ. പിന്നെ എൻ്റെ ഈ ഒരു വാഷ് ബാഗും കാര്യങ്ങളും പിന്നെ ആ ഒരു ബാഗിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ബാഗിലോട്ടും ആക്കി ഓൾമോസ്റ്റ് സെറ്റാണ്. ദെൻ 6 മണിക്കാണ് നമുക്ക് ട്രെയിന്. ഇപ്പോൾ ടൈം എത്രയായി? 4:15 ടൈമുണ്ട് ആവശ്യത്തിന്. ഇപ്പോൾ നമുക്ക് എത്ര ടൈം? 4:15 ഇനി നമുക്ക് എത്ര 2 മണിക്കൂർ 2 മണിക്കൂറുണ്ട്. ടൈമുണ്ട് ഗൈസ്. ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയും നേരത്തെയൊക്കെ പോയേ കേട്ടാണ് ഗൈസ് ഞാൻ ഇത്രയും നേരത്തെയൊക്കെ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. സോ സമയമുണ്ട്, ഇനി നമുക്ക് 2 മണിക്കൂറുണ്ട്. അല്ലേടാ, 2 മണിക്കൂറില്ലേ? അങ്ങനെ നമ്മൾ ഫ്രഷായി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഷോയാണ് ഗൈസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാത്രിയായി, നമ്മളൊരു യൂറോ ഒക്കെ കളിച്ച് സെറ്റായിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ഒന്നും പറയാൻ പറ്റില്ല, ഒരു 11-11:30 ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒന്ന് പതിയെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത്, പിന്നെ സ്കിൻ കെയർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. സോ പിന്നെ പോകുന്ന നല്ല ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് പിന്നെ സെറ്റാണ്. അങ്ങനെ നമ്മൾ സ്കിൻ കെയറും ചെയ്ത് ഒന്ന് സെറ്റായി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോയി. ബ്രഞ്ചൊക്കെ കഴിക്കാനായിട്ടിരുന്നു. അലോഷിയുടെ അങ്ങോട്ട് തേയാത്തത്, തേക്കാൻ അറിയില്ലേ, അതുകൊണ്ടാണ്. മതി. ഗൈസ്, ആപ്പിള് കട്ട് ചെയ്യാനായിട്ട് സാഹസികം കാണിച്ച നമ്മുടെ ആൻസിന്റെ കൈ നോക്കട്ടെ. ഫണ്ടാസ്റ്റിക്. അതെ, വലിയ കാര്യത്തില് വെപ്രാളപ്പെട്ട ആപ്പിള് കട്ട് ചെയ്യാൻ പോയതാ. അതെ. Wow, what an ambience. ബ്രേക്ക്ഫാസ്റ്റ് തട്ടണ്ടേ? അങ്ങനെ നമ്മൾ ബ്രെഡും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങി എന്ന് തന്നെ പറയാം. അതിനുശേഷം പിസ്സ ഓർഡർ ചെയ്ത് കഴിച്ചു. നമ്മൾ മാക്സിമം ഈ 2 ദിവസവും ഇതുപോലെ തന്നെയായിരുന്നു ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ. അതിനുശേഷം കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരുന്ന് ഒരു 2-3-4-5 ദിവസത്തെ നീണ്ട ട്രെയിൻ യാത്രകൾ കാരണം ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആട്ടോ 2 ബുക്ക് തീർക്കാൻ പറ്റി. അങ്ങനെ അതിനുശേഷം നൈറ്റും നമ്മൾ ഇതുപോലെ തന്നെ സ്വിഗ്ഗി ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. സാൻഡ്വിച്ചും ബർഗറൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ 2 ദിവസവും പൊയ്ക്കൊണ്ടിരുന്നത്. രാവിലെ ബ്രെഡും ന്യൂട്രലയും ഫ്രൂട്ട്സൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ആൻഡ് ഈവനിങ് ആഫ്റ്റർനൂൺ നൈറ്റും ഒക്കെ നമ്മൾ സ്വിഗ്ഗിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്.
ഗായ്സ് അങ്ങനെ നമ്മൾ നിസാമുദ്ദീനിൽ എത്താറായിരിക്കുകയാണ്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള. ദെൻ ഇവിടെ നിന്നിട്ട് മെട്രോ അല്ലെങ്കിൽ യൂബർ എന്തെങ്കിലും പിടിച്ച് നമുക്ക് ന്യൂഡൽഹിയിലേക്ക് എത്തണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പ്ലാൻ ചെയ്തതുപോലെ പോകാൻ. സോ അങ്ങനെ നമ്മൾ മെട്രോ കണ്ടുപിടിക്കാൻ കുറച്ച് പാട് വിട്ടു. ഭയങ്കര തിരക്കും എൻ്റെ പടച്ചോനെ, ആൻഡ് സഹിക്കാൻ പറ്റാത്ത തണുപ്പും കഷ്ടകാലത്തിന് ജാക്കറ്റ് എടുക്കാൻ വിട്ടു. സോ ഇനി നമുക്ക് മെട്രോ പിടിച്ച് ഡൽഹി സെൻട്രലിലേക്ക് പോവാം. നമ്മളങ്ങനെ ഡൽഹിയിൽ ചെന്നു, ഒരു റൂം എടുത്തു. ഒന്നും പറയണ്ട, അത്യാവശ്യം ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് ഒരു 100-300 രൂപ കുറപ്പിക്കേണ്ട അവസ്ഥയിലോട്ടെത്തി. സോ ദിസ് ഈസ് അവർ റൂം. ഇന്ന് ഈ ഒരു 2 ദിവസത്തേക്ക് ഇവിടെ ആയിരിക്കും, മണാലിയിൽ പോകുന്നത് വരേക്കും. അല്ല അൻസിൽ? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമാണ് കിട്ടിയത്. കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റാണ്. ബാത്റൂം ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽ ലെവൽ ഓഫ് വൃത്തിയും ക്ലീനിങ് അത് എന്തായാലും കാണത്തില്ലല്ലോ. ഇതെന്താ സ്റ്റാറാണോ? 3 സ്റ്റാർ ആണെന്ന് തോന്നുന്നില്ലേ? പക്ഷെ കുഴപ്പമില്ല, നമുക്ക് 2 ദിവസത്തേക്ക് അഡ്ജസ്റ്റബിൾ ആണ്. എന്തായാലും മണാലിക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മണാലിയിലായിരിക്കും. 2 ദിവസം 2-3 ദിവസം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുമ്പോൾ പിന്നെ 2 ദിവസത്തേക്ക് വേറെ എന്തെങ്കിലും റൂം എടുക്കണം. അത്യാവശ്യം നല്ല ഒരെണ്ണം എടുക്കണം എന്ന് കരുതുന്നുണ്ട്. സോ യാ, വന്ദേ ഭാരത് ഗൈസ്. ഡൽഹിയുടെ നഗരയാത്രയിലൂടെ സഞ്ചരിച്ചു പോയപ്പോൾ ഒരു വന്ദേ ഭാരത് മുന്നിൽ കണ്ടുപെട്ടു. പോയി നല്ല വൃത്തിയുള്ള സ്ഥലത്തൂടെയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡൽഹിയിലെ വൃത്തിയെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അലമ്പായിരുന്നു നമ്മൾ പോയ റോഡൊക്കെ. അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ട്രെയിൻ യാത്രയും ഡൽഹിയിൽ വരെ എത്തുന്നത് വരെയുള്ള ആ ഒരു ജേണി എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോസൊക്കെ നമ്മൾ ഓരോ സ്പോട്ടിൽ പോകുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ എന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്തിട്ടൊക്കെ നെക്സ്റ്റ് വീഡിയോ എടുക്കണം. ബൈ.